സോ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കോയമ്പത്തൂരിലെ GD കാർസിലാണ്. സോ ഇവരിപ്പോൾ അടുത്ത് പുതിയൊരു സെക്ഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, പെർഫോമൻസ് കാർസാണ്. സോ ഇവിടെ പെർഫോമൻസ് ആയിട്ടുള്ള വണ്ടിയുണ്ട്, സ്പോർട്സ് ആയിട്ടുള്ള വണ്ടിയുണ്ട്, പിന്നെ സൂപ്പർ കാർ ഉണ്ട്. സോ നമുക്ക് കാണാം, ഫസ്റ്റ് കയറുമ്പം തന്നെ കാണുന്നത് ഒരു ആൽഫ റോമിയോ ആണ്. പഴയൊരു ആൽഫ റോമിയോ ഫുള്ള് റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ MGൻ്റെ ഒരു പഴയൊരു കൺവേർട്ടബിൾ ഒരു വണ്ടി കാണാം, MGൻ്റെ. പിന്നെ ഇപ്പോഴുള്ള ആ അടിപൊളി സാധനം നമ്മളെ മെക്ലാരൻ്റെ അർട്ടൂറ എന്ന് പറഞ്ഞൊരു മോഡലാണിത്. സോ ഇതിപ്പോൾ പുതിയ അവരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു രക്ഷയില്ല, കണ്ടാൽ ആരും മോഹിച്ചു പോകും, അങ്ങനത്തെ ഒരു വണ്ടിയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേക്ക് കാണാം, ഒരു ഗോകാർട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടിപ്പുറം തന്നെ ഒരു ഫോമുല 1 ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. സോ ഈ അർട്ടൂറിൻ്റെ ഒരു രക്ഷയില്ല, ഇത് കാണാൻ കണ്ണെടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വണ്ടി. ഉള്ളിൽ കാണാം കാർബൺ ഫൈബർ ഉണ്ട്, പിന്നെ ആൽക്കൻറ്റാറയാണ് ഉള്ളിലത്തെ സീറ്റ്സും കാര്യങ്ങളെല്ലാം. ഇതിവിടെ ഞാനൊരു 15 മിനിറ്റായി ഈ വണ്ടി തന്നെ, ഉള്ളിൽ വേറെയും വണ്ടിയുണ്ട്. പക്ഷെ ഞാൻ ഈ വണ്ടീൻ്റെ സ്റ്റൈലിങ് കണ്ടിട്ട് ഒരു 15 മിനിറ്റായി ഇവിടെ ഇതന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ഈ സെക്ഷൻ കയറിയപാടെ നെക്സ്റ്റ് സെക്ഷൻ ഉണ്ടാകുന്നത് കാണുന്നില്ല, കാണാൻ പറ്റുന്നത് ഒരു RX-8 ഉണ്ട് മസ്ദൻ്റെ. പിന്നെ നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബോക്സ്റ്റർ ഉണ്ട് പോർഷൻ്റെ. പിന്നെ ഇതിൻ്റെ സ്റ്റാറ്റ്സ് എല്ലാം മേലെ ഉണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഒരു Z4 കാണാം BMWൻ്റെ. പിന്നെ ഒരു SLK കാണാം, നമ്മൾ കേരള വണ്ടി, ഒരു മെർസിഡീസിൻ്റെ SLK കാണാം. പിന്നെ ഒരു ഇത് കണ്ട നമ്മളെ SLK, മെർസിഡീസ് SLK ആണ്. ഇതിൽ ബ്രാബസിൻ്റെ അലോയാണ് ഇട്ടിട്ടുള്ളത്, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ബ്രാബസിൻ്റെ അലോയാണുള്ളത്. പിന്നെ ഇതൊരു കൺവേർട്ടബിളാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു കൺവേർട്ടബിൾ തന്നെയാണ്, നമ്മളെ ടൊയോട്ടൻ്റെ MRS എന്ന് പറഞ്ഞൊരു മോഡലാണ്, ജാപ്പനീസ് ഇമ്പോർട്ട് തന്നെയാണ്. അടുത്തത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതെന്ന് പറയുന്നത് നമ്മളെ ലംബോർഗിനിൻ്റെ ഗലാർഡോ എന്ന് പറഞ്ഞൊരു മോഡലാണ്. സോ ഇത് ഗലാർഡോ LP560 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അവരെ എൻജിൻ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ് ആ LP640 മേഴ്സിലാകൊണ്ടാണ് ഞാൻ പറയുന്നത്, സോറി, LP560 എന്ന് പറഞ്ഞൊരു സ്പെസിഫിക്കേഷനാണ് എൻജിൻ്റെത്. സോ ഇതെന്ന് പറയുന്നത് സ്പൈഡർ വേർഷനാണ്. സ്പൈഡർ വേർഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂഫ് നമുക്ക് ഡിറ്റാച്ചബിളാണ്, അത് തന്നെയാണ് ഈ സ്പൈഡർ വേർഷൻ എന്ന് പറയുന്നത്. സോ നമ്മളെ ഗലാർഡോ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വണ്ടി ഫോർഡിൻ്റെ മസ്റ്റാങ് ആണ്. മസ്റ്റാങ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കറിയാം, അറിയാത്ത ആൾക്ക് കൊണ്ട് പറയാം, ഫോർഡിൻ്റെ ഒരു സ്പോർട്സ് സെഗ്മെൻറ്റിൽ വരുന്നൊരു വണ്ടിയാണിത്. സോ അമേരിക്കൻ ബിൽഡാണ്, പിന്നെ V8 എഞ്ചിൻ വരുന്നൊരു വണ്ടിയാണ്. പിന്നെ ഇന്ത്യയിൽ കുറേ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കി മീൻസ് ഇമ്പോർട്ട് ചെയ്തതാണ്, ഇവിടെ പ്രൊഡക്ഷനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മസ്റ്റാങ്കിൽ തന്നെ പഴയ മോഡൽസ് ഉണ്ട്, ബട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഇമ്പോർട്ട് ചെയ്ത വണ്ടി ഇതിൻ്റെ ഈ വണ്ടി തന്നെയാണ്. ഐ മീൻ പുതിയ വേർഷനാണ് കുറേ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മളെ മസറാട്ടീൻ്റെ ഗിബ്ലി എന്നുള്ളൊരു മോഡലാണ്. സോ ഈ ഗിബ്ലി മസറാട്ടി എന്ന് പറഞ്ഞാൽ അറിയാത്ത ക്വാളിറ്റി ഇറ്റാലിയൻ മാനുഫാക്ചറാണ്, അവർ ഇറ്റാലിയൻ്റെ ആണ്. സോ ഇതെന്ന് പറയുന്നത് ഈ വണ്ടിക്ക് V6 എഞ്ചിനാണ് വരുന്നത്. ഓക്കെ, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 4 ഡോറാണ്, ഒരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നമ്മൾ മസറാട്ടി കഴിഞ്ഞ് അടുത്ത് വരുന്ന വണ്ടി ഒരു മോൺസ്റ്റർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. സോ ഇതെന്ന് പറയുന്നത് നമ്മൾ ഫെറാറിൻ്റെ 599 GTB എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ഫ്രണ്ട് എഞ്ചിൻ V12 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുള്ളതാണ്. സോ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ടുള്ളൊരു വണ്ടിയാണ്, ഇന്ത്യയിൽ വളരെ കുറച്ച് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്കിത് കാണാം, ഇത് പ്രസൻസ് ഒരു രക്ഷയില്ല, പഴയ വണ്ടി, അത് പഴയൊരു മോഡലാണ്, ബട്ട് 2006 മോഡലാണിത്. ബട്ട് ഇത്ര കാലമായിട്ടും ഇതിൻ്റെ ആ ബ്യൂട്ടിയും ആ പ്രസൻസും ഒരിക്കലും പോയിട്ടില്ല ഇതിന്. പിന്നെ നമുക്ക് ബാക്കെല്ലാം കാണാം, ഒരു രക്ഷയില്ല, ആര് കണ്ടാലും ഒന്ന് വാങ്ങണം തോന്നും. ബട്ട് സാഡ്ലി ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പം ഇല്ല. നെക്സ്റ്റ് തിങ്, ഇന്ത്യയിൽ വളരെ കുറവേ ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. സോ സെലിബ്രിറ്റീസിന് കഴിയില്ലാന്ന് 14 വണ്ടി ഉള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് സച്ചിൻ തെണ്ടുൽക്കറിൽ ഒരു വണ്ടിയുണ്ട്, ഇത് അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. മീഡിയയിലും യൂട്യൂബിലും കാര്യത്തിലും സെർച്ച് ചെയ്താൽ കാണാം, സച്ചിൻ്റെ അടുത്തൊരു ഫെറാറി 599 ഉണ്ട്. പിന്നെ കാണാം, ഇത് രക്ഷയില്ല, ഞാൻ കുറേ സമയം വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ കാണാം കാർബൺ ഫൈബർ, പിന്നെ അതിൻ്റെ സ്റ്റിയറിങ്
ആ ഇത് കണ്ട ആ നോബ് കണ്ട അത് ഓരോ ഓപ്ഷൻസ് മീൻസ് ഓരോ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഫെറാറിൻ്റെ ഇതിൻ്റെ ട്രാൻസ്മിഷന് ഫെറാറിൻ്റെ F1 ടെക്നോളജി യൂസേജിലെ ഒരു ട്രാൻസ്മിഷനാണ്. ഇതാണ് നമ്മൾ അവരെ പെർഫോമൻസ് കാസിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്ഥലമാണ്. എൻ്റർ ചെയ്താൽ ഇങ്ങനെയാണ് വണ്ടികളുള്ളത്, ലേഔട്ട് ഇങ്ങനെയാണ്. സോ ഫെറാറി കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണാൻ പറ്റുന്നത് ഇത് നമ്മളെ ഫോർഡിൻ്റെ GT40 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ബട്ട് ഇത് കിറ്റ് കാറാണ്, നമ്മളെ കോയമ്പത്തൂർ തന്നെ ബിൽഡ് ചെയ്തൊരു വണ്ടിയാണിത്. സോ ഇത് ഈ ട്രാക്ക് യൂസിനും പിന്നെ കുറച്ച് റേസിങ്ങിനും ആയിട്ടുള്ളല്ലോ യൂസ് ചെയ്തൊരു വണ്ടിയാണിത്. സോ ഇത് നമ്മളെ പണ്ട് ഒറിജിനൽ വണ്ടി ഉണ്ടാക്കിയത് നമ്മൾ ഫെറാറി ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ വണ്ടി ഇതിൻ്റെ ഒറിജിനൽ വണ്ടിയിൽ വരുന്നത് നമ്മളെ V8 എഞ്ചിനായിരുന്നു. ഫോർഡിൻ്റെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനായിരുന്നു. പിന്നെ ഇത് കുറേ ചാമ്പ്യൻഷിപ്പിൽ വിൻ ചെയ്തൊരു വണ്ടിയാണ് GT40 എന്ന് പറഞ്ഞത്. പിന്നെ ഇത് നിങ്ങൾക്ക് കാണാം വളരെ പെയിൻറ്റ് ജോബ് ഓൺ സ്പോട്ടാണ്. എന്താ വെച്ചാൽ അത്രയും ഷൈനിങ്ങും അവരെ റിഫ്ലക്ഷൻ നല്ല വളരെ വൃത്തിക്കാണ്. വളരെ അടിപൊളിയായിട്ടൊരു പെയിൻറ്റ് ജോബാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് വണ്ടി. സോ ആ സെക്ഷൻ കഴിഞ്ഞ പാട് നിങ്ങൾക്ക് കാണാം മസ്ദൻ്റെ മിയാറ്റോ ഒന്ന് കാണാം. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണിത്. ഇതിൻ്റെ പോപ്പപ്പ് ഹെഡ്ലൈറ്റാണ് ഈ രണ്ടും ഇങ്ങനെ ഓപ്പൺ ആകുന്നതാണ്. സോ വളരെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണിത്. ഇതും ഇവിടെ ഒരു ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഈ വണ്ടി. സോ ആ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കാണാൻ പറ്റുന്നത് കുറച്ച് ഫോമുല 1 വണ്ടികൾ വെച്ചിട്ടുണ്ട് ഇവിടെ. എന്താ പറയുക, ഫോമുല 1ഉം പിന്നെ MRFൻ്റെ വണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാട്ട് വെച്ചിട്ടുണ്ട്, ഗോകാട്ട് വെച്ചിട്ടുണ്ട്. കസ്റ്റം ബിൽഡ് വണ്ടിയാണിത്. നെക്സ്റ്റ് ഈ വണ്ടി കണ്ടപ്പോൾ ഞാനൊരു ഒന്ന് ഞെട്ടിപ്പോയ വണ്ടി ഇതാണ്. എന്താ വെച്ചാൽ ഇത് നമ്മൾ പ്രീമിയർ പദ്മിനിൻ്റെ ഒരു ട്രാക്ക് വെർഷനാണ്. ട്രാക്ക് വെർഷൻ എന്ന് പറഞ്ഞാൽ ഇത് ബിൽഡ് ചെയ്തതാണ്, പ്രൊഡക്ഷൻ ഉണ്ടായ മോഡലല്ല. ബട്ട് ഇത് കാണാം എക്സ്ട്രാ ഒരു ഫെൻഡർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ബാക്കിലും ഉണ്ട് അത്. പിന്നെ ടയേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ട്രാക്ക് ടയേഴ്സാണ് ഇട്ടുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ എഞ്ചിൻ എന്തായാലും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഇത്രയും വെയിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ ഓഫ് കോഴ്സ് ഇത് എന്തായാലും ഇതിൻ്റെ എഞ്ചിൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സ്റ്റാറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് കാണാൻ പറ്റുന്നത് ഇതും ഒരു ഇന്ത്യൻ ഫോമുല വണ്ടിയാണ്. ഇത് കാണാം അതിൻ്റെ സ്റ്റാറ്റ്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സിപ്പാനീൻ്റെ ഡോൾഫിൻ എന്ന് പറഞ്ഞ മോഡലുണ്ട്. സോ ആ മോഡലിൻ്റെ ഒരു ട്രാക്ക് വേർഷൻ ആക്കുന്നത് വളരെ എന്താ പറയുക, ഇതൊരു കാണാത്തൊരു ടൈപ്പ് വണ്ടിയാണ്. കസ്റ്റമായിട്ട് ചെയ്ത വണ്ടി തന്നെയാണിത്. പിന്നെ കാണാം എക്സ്ട്രാ ബമ്പർ കാര്യങ്ങൾ കുറച്ച് എയറോഡൈനാമിക്കിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫെൻഡർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബോണറ്റിലൊരു എക്സ്ട്രാ ഒരു ഇഞ്ചിന് വലിയ എഞ്ചിനായതുകൊണ്ട് സ്പേസിന് വേണ്ടി എക്സ്ട്രാ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പോയിലർ ഉണ്ട് ബാക്കിൽ. പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം വേറൊരു മെക്ഡോവൽ 1000 എന്ന് പറഞ്ഞൊരു മോഡൽ കാണാം. ഇതും എന്തായാലും കസ്റ്റം ബിൽഡ് തന്നെ ആയിരിക്കും. അതും ഒരു ഫോമുല 1 ആ സ്റ്റൈലിലുള്ള വണ്ടി തന്നെയാണ്. ഈ സെക്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നമ്മൾ വലിയ വണ്ടികളെ സെക്ഷനാണ്. സോ ഫസ്റ്റ് നിങ്ങൾക്ക് റൈറ്റിൽ കാണാം ഒരു ആസ്റ്റൺ മാർട്ടിൻ്റെ വാൻറ്റേജ് വെച്ചിട്ടുണ്ട്. വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരൊരു V8 എഞ്ചിൻ വരുന്നതാണ്. V8 എഞ്ചിൻ കാണാം നമുക്ക്. V8 എഞ്ചിൻ വരുന്ന ഒരു മോഡൽ വണ്ടിയാണ്. സോ വളരെ റെയറാണ് ഈ വണ്ടി. ബട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫുള്ള് കീറി പറിച്ചിട്ടിട്ടാണല്ലേ. ഐ മീൻ ഇത് ഫുള്ള് ഡിസംബിൾ ചെയ്തിട്ടാണല്ലേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വണ്ടി എങ്ങനെയാണ് അവരെ എഞ്ചിനീയറിങ് കാര്യങ്ങളും. ആസ്റ്റൺ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അവരുടെ വണ്ടിയാണ്, ബ്രിട്ടൻ്റെ വണ്ടിയാണ്. സോ നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം കാണാം. ഇതിൻ്റെ ഇത് റോഡ്സ്റ്ററാണ്. V8 എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഇത് റോഡ്സ്റ്ററും കൂടിയാണ്. സോ അതിൻ്റെ റൂഫ് കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ താഴെ അതിൻ്റെ ആസ്റ്റൺ മാർട്ടിൻ അതിൻ്റെ ട്രാൻസ്മിഷനിൽ കാണുന്നുണ്ടോ അറിയില്ല. ആസ്റ്റൺ മാർട്ടിൻ അതിൻ്റെ ട്രാൻസ്മിഷനിൽ ഡ്രൈവ് ഷാഫ്റ്റിൽ കൊടുത്ത കാണാം, അവരെ ബ്രാൻഡിങ് കാണാം. പിന്നെ അതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റും കാര്യങ്ങളും കാണാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്തതാണ്. ബട്ട് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ള് ഡിസംബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതാണ് അതിൻ്റെ V8 എഞ്ചിനാണ് വരുന്നത്. ഫുള്ള് പ്ലംബിങ് വയറിങ് കാര്യങ്ങളെല്ലാം കാണാം. ഫുള്ള് ബെയർ ബോണായിട്ട് വെച്ചിട്ടുള്ള പുതിയ മോഡലാണിത്. ഏത് നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ്റെ തന്നെ വാൻറ്റേജിൻ്റെ പുതിയ മോഡലാണ്. ഇതും റോഡ്സ്റ്റർ തന്നെയാണ്. പിന്നെ ഇതും V8 എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഇതും ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്ത വണ്ടി തന്നെയാണ്. വേറെ എന്താ പറയുക, അതിൻ്റെ സ്റ്റാറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജെയിംസ് ബോണ്ടിൻ്റെ വണ്ടി തന്നെയാണിത്. സോ ജെയിംസ് ബോണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തൊക്കെ അറിയാം. നമ്മൾ ജെയിംസ് ബോണ്ടിൻ്റെ മൂവീസിലെല്ലാം പുള്ളി ഉപയോഗിക്കുന്ന വണ്ടി ആസ്റ്റൺ മാർട്ടിൻ്റെ വാൻറ്റേജ് തന്നെയാണ്.
നമ്മൾ ആസ്റ്റൺ ഡൈനമോയുടെ അടുത്ത് വരുന്ന വണ്ടി ലോട്ടസിൻ്റെ എമീറ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ഇപ്പോൾ പുതിയൊരു വണ്ടിയാണ്, പുതിയ റിലീസ് ചെയ്തൊരു വണ്ടിയാണ്. ഇത് ഇന്ത്യയിൽ വന്നത് തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ലോട്ടസ് ഇന്ത്യയിലുണ്ട്, അവർ കുറച്ച് മോഡൽസ് ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ട്. ഇതും അതിലൊരു മോഡൽ തന്നെയാണ്. സോ ഇതെന്ന് പറയുന്നത് ഇത് V6 എഞ്ചിൻ വരുന്നൊരു വണ്ടിയാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം, ഇതും ഒരു സൂപ്പർ കാർ അതേ ഇതിൽ തന്നെ സ്പെസിഫിക്കേഷൻ അതേ ലുക്കിൽ വരുന്നൊരു വണ്ടിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. സോ പിന്നെ ഇതിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാം, എല്ലാ കാര്യങ്ങളും കാണാം. എന്തായാലും നമ്മൾ റോൾസ് റോയ്സിൻ്റെ സ്പെക്ടർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് അവരെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഇത് ഫുള്ളി EV ഇലക്ട്രിക് ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പെയിൻറ്റ് ജോബാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റിംഗ് ആയിട്ടുള്ളത്. പിന്നെ ഇതുവരെ പുതിയൊരു ടെസ്റ്റും കൂടിയാണ്. എന്താ വെച്ചാൽ ഇലക്ട്രിക്കിൻ്റെ അവരെ ഫസ്റ്റത്തെ വണ്ടിയാണിത്. സോ ഒരു ടെസ്റ്റ് മോഡലും കൂടിയാണിത്. ബട്ട് ഭയങ്കര ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ. കളറാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള കളർ തന്നെയാണിത്. പിന്നെ നമുക്ക് ഇൻറ്റീരിയറിലും കാണാം കസ്റ്റമായിട്ടുള്ള ഈ വണ്ടി എന്ന് പറഞ്ഞാൽ റോൾസ് റോയ്സിൻ്റെ ഇപ്പോൾ അവർ കൊടുക്കുന്നൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെ വണ്ടി വേണം അതേപോലെ ആക്കി തരും. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ റോൾസ് റോയ്സ് കൊടുക്കുന്നുണ്ട്. സോ ഈ വണ്ടിൻ്റെ ഓണർ ഇത് ചെയ്തായിരിക്കും എന്ന് വെച്ചാൽ അവർ പിക്ക് ചെയ്ത കളറായിരിക്കും, ഇൻറ്റീരിയർ അവർ പിക്ക് ചെയ്തായിരിക്കും, എല്ലാം അവർ പിക്ക് ചെയ്ത് തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ സാധാ ബ്രാൻഡ്സ് പോലെ നമുക്ക് അവർ തരുന്ന ഓപ്ഷന് എടുത്തിട്ട് നമുക്ക് വണ്ടി ചൂസ് ചെയ്യാനല്ല. നമുക്ക് ആഡ് പെർസോണം അത് ഇതിൻ്റെ ലംബോർഗിനീൻ്റെ ഓപ്ഷനാണ്. ആഡ് പെർസോണം എന്ന് പറഞ്ഞാൽ നമ്മളെ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ നമ്മളെ പേഴ്സണാലിറ്റി ആയിരിക്കും. എങ്ങനെയാണ് വണ്ടി ഇരിക്കുന്നത് അതേപോലെ നമ്മൾ പേഴ്സണാലിറ്റി ഉണ്ടാവുന്ന അവരൊരു ഉദ്ദേശിക്കുന്നത് അവരെ ഐഡിയ എങ്ങനെയാണ്. സോ റോൾസ് റോയ്സ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ കുറേ സമയം വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ബട്ട് നമുക്ക് വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്തായാലും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടത്. കോയമ്പത്തൂരിലെ GD കാർസ് വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്തായാലും വന്നിരിക്കണം ഇവിടെ. പറയാനായിട്ടൊന്നുമില്ല. നമ്മൾ വണ്ടീനെക്കുറിച്ച് അറിയുന്ന ആൾ എത്ര ടൈം സ്പെൻഡ് ഞാനിപ്പോൾ വന്നിട്ടൊരു ഏകദേശം 2 hours ആയി. ഇങ്ങനെ ഓരോ വണ്ടിയും എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നോക്കി വണ്ടീൻ്റെ അതിൻ്റെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ എന്തായാലും വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾ എന്തായാലും വന്നിരിക്കണം ഇവിടെ. സോ ഇതാണ് GD കാർസിൻ്റെ കഴിഞ്ഞു. ഈ സ്പെക്ട്രോടെ റോൾസ് റോയ്സിൻ്റെ സ്പെക്ട്രോടെ കഴിഞ്ഞു. സോ ഇവിടെ പുതിയ വണ്ടി മാത്രമല്ല, പഴയ വണ്ടിയുണ്ട്, പഴയ റോൾസ് ഉണ്ട്, പഴയ വിൻറ്റേജ് കാർസ് ഉണ്ട്, മോഡേൺ കാർസ് ഉണ്ട്, ക്ലാസിക് കാർസ് ഉണ്ട്, എല്ലാ വെറൈറ്റീസ് ഓഫ് വണ്ടി ഉണ്ട്. ഒരിക്കലും ഇവിടെ വന്നാൽ മണി വെൽ സ്പെൻഡായിട്ടേ തോന്നും. എന്താ വെച്ചാൽ വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഒരു ഹെവൻ തന്നെയാണ്. സോ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കോയമ്പത്തൂർ. വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഇത്.